മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫുഡ് മൈക്രോബയോളജി ആണ്. ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ഫുഡ്, അതായത് മൈക്രോ ഓർഗാനിസംസ് ചെറിയ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ഓർഗാനിസംസ് ഫുഡിനകത്ത് കാണപ്പെടുന്നതിൻ്റെ ഒരു സ്റ്റഡിയാണ് ഈ ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസം അതായത് നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യ മൃഗങ്ങളും അല്ലെങ്കിൽ പ്ലാന്റ്സുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആഹാര സാധനങ്ങൾ കഴിക്കാറുണ്ട്. അപ്പം ഓൾറെഡി മൈക്രോ ഓർഗാനിസംസ് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം ഫുഡിൻ്റെ അകത്ത് അതിൻ്റെ ന്യൂട്രിയൻസും മറ്റ് കമ്പോണൻസും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് ഗ്രോ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എൻസൈംസും മറ്റ് സബ്സ്ട്രേറ്റ്സുകളും പ്രൊഡ്യൂസ് ചെയ്ത് ഫുഡിനെ നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്ന ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അണുക്കൾ കൊണ്ട് നിറഞ്ഞ് സ്മെല്ലൊക്കെ വന്ന് അപ്പോൾ നമുക്ക് അത് ആഹാരം ഭക്ഷിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതൊന്നെങ്കിൽ സ്പോയിലേജ് ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. സോ അതാണ് ഈ ഫുഡ് സ്പോയിലേജ് അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്നത്. സോ ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ്, ഹ്യൂമൻ ഫുഡ് സപ്ലൈ കൺസിസ്റ്റ് ബേസിക്കലി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഓർ പ്രോഡക്ട്സ് derived from them. It is understandable that our food supply can contain microorganism in interaction with the food. അത് ഞാൻ പറഞ്ഞു, ഫുഡുമായിട്ട് ഓൾറെഡി മൈക്രോ ഓർഗാനിസം റിലേറ്റഡ് ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം അതായത് പാലിൻ്റെ അകത്ത് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ഓർഗാനിസം പ്രസൻ്റ് ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഒക്കെ പ്രസൻ്റ് ആണ്. അത് കേർഡിലേക്ക് കൺവേർട്ടേഷൻ ആയിട്ടൊക്കെ പാല് തൈരാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. സോ അങ്ങനെയൊക്കെയുള്ള റിലേഷൻ മൈക്രോ ഓർഗാനിസം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് മൈക്രോ ഓർഗാനിസം യൂസ് അവർ ഫുഡ് സപ്ലൈ ആസ് എ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദെയർ ഓൺ ഗ്രോത്ത് ആൻഡ് ദിസ് ലീഡ്സ് ടു ഡിറ്റീരിയോറേഷൻ ഓഫ് ഫുഡ്. സോ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? ഫുഡ് യൂട്ടിലൈസ് ചെയ്ത് അവർ ഗ്രോ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ മൂലം കാരണമായിട്ട് ഡിറ്റീരിയോറേഷൻ, അതായത് ഫുഡ് സ്പോയിലാകുന്നു. മൈക്രോ ഓർഗാനിസം മൾട്ടിപ്ലൈ യൂട്ടിലൈസിങ് ദ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ഫുഡിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് ഫ്ലേവർ, അതിൻ്റെ ഒരു നല്ല ഫ്ലേവറായിട്ടുള്ളൊരു ഫുഡാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറിന് ചേഞ്ചസ് ഉണ്ടായിരിക്കും, ടേസ്റ്റിന് വ്യത്യാസം വരും. ആൻഡ് ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോഡക്ട്സ് ഓർ സിന്തസിസ് ഓഫ് ന്യൂ കോമ്പൗണ്ട്സ്, ഒന്നെങ്കിൽ അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതായത് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ അത് കാരണമായിരിക്കാം ഈ ഫുഡ് ഡിറ്റീരിയോറേറ്റ് ആകുന്നത്. So then interaction between microorganism and our food are sometimes beneficial. ചില കേസിൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കേർഡിൻ്റെ അകത്തെ ലാക്ടോബാസിലസ്, അത് നമുക്ക് പ്രോബയോട്ടിക്സ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഞാൻ പ്രോബയോട്ടിക്സ് ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ പ്രോബയോട്ടിക്സിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ലാക്ടോബാസിലസ് പോലെയുള്ള ഓർഗാനിസം ഇൻറ്റസ്റ്റൈനിന് വളരെ നല്ലതായതുകൊണ്ട് നമ്മൾ അത് ഇൻടേക്ക് ചെയ്യുന്നതും വളരെ നന്നായിട്ട് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നല്ലതാണ്. സോ ചില കേസുകളിൽ മൈക്രോ ഓർഗാനിസം ഹ്യൂമൻസിന് തന്നെ ബെനിഫിഷ്യലുമാണ്. Food as a substrate means microorganism can grow within the food item. So we know here there are several types of food items that contain different salt concentration, sugar concentration, etc. So can grow in it. So ഇപ്പം നമ്മൾ പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ഒരു ഫുഡിൽ ഗ്രോ ചെയ്യുകയെന്ന് വെച്ചാൽ പലതരം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഷുഗർ കണ്ടൻറ്റ് കൂടിയതിൻ്റെ അകത്ത് ചില ബാക്ടീരിയ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. സോൾട്ട് കണ്ടൻറ്റ് കൂടിയതിൻ്റെ അകത്ത് ചിലത് ഗ്രോ ചെയ്യും. ചിലപ്പം സോൾട്ട് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മൾ ഹാലോഫൈൽസ് എന്നാണ് പറയുന്നത്. സോ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ആക്ടിവിറ്റി. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്, സെയിം ടോപ്പിക്ക് തന്നെയാണ്. ദെൻ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ആക്ടിവിറ്റി ഇറ്റ് ഓൾസോ കംസ് അണ്ടർ ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ്. ഓക്കെ, സോ ഇവിടെ കണ്ടീഷൻസ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ ഫുഡ് ടേം ഈസ് നോൺ ആസ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. അതായത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നാച്ചുറലി ഉള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ദറ്റ് ഇസ് നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൻ്റെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ദ ചീഫ് കോമ്പോസിഷണൽ ഫാക്ടേഴ്സ് ഓഫ് എ ഫുഡ് ദാറ്റ് ഇൻഫ്ലുവൻസ് മൈക്രോബിയൽ ആക്ടിവിറ്റി ആർ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫുഡിൻ്റെ മൈക്രോബിയൽ ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ പറയുന്ന pH, മോയ്സ്ചർ ആക്ടിവിറ്റി, വാട്ടറിൻ്റെ അതായത് വെള്ളത്തിൻ്റെ പ്രസൻസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അതിനെ OR പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. ന്യൂട്രിയൻസ്, ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രസൻസ് ഓഫ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഓർ ബാരിയേഴ്സ്. അപ്പം ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബാരിയേഴ്സ്, ന്യൂട്രിയൻസ്, OR പൊട്ടൻഷ്യൽ, മോയ്സ്ചർ, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ഇത് ഇത്രയുമാണ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ആക്ടിവിറ്റി. സോ ഇവിടെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അഥവാ pH. Every microorganism has a minimal, maximal and optimal pH for growth. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ഒരു മിനിമം pH ഉണ്ട്, ഒരു മാക്സിമം pH ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഒപ്റ്റിമൽ pH ഉണ്ട്. നമുക്കറിയാം pH ന്യൂട്രൽ ആയിരിക്കും. ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്തിന് ന്യൂട്രലാണ് pH, അതായത് 7 ആണ് pH. ആസിഡിക് pH എന്ന് പറയുമ്പോൾ 7-നെക്കാളും കുറഞ്ഞു വരും, അതായത് 6, 5 അങ്ങനെ. ഇനി ആൽക്കലൈൻ ആണെങ്കിലോ 7-ൽ നിന്ന് കൂടി വരും, 8, 9 അങ്ങനെ. സോ മൈക്രോ ഓർഗാനിസംസ് ആർ അഫക്റ്റഡ് ബൈ pH ഓഫ് ദ ഫുഡ് ബിക്കോസ് ദേ ഹാവ് നോ മെക്കാനിസം ടു അഡ്ജസ്റ്റ് ടു ദെയർ ഇൻറ്റേർണൽ pH. അതായത് മൈക്രോ ഓർഗാനിസം ഫുഡിൻ്റെ pHമായിട്ട് അഫക്റ്റ് ആകും, കാരണം അവർക്ക് ഇൻറ്റേർണൽ മെക്കാനിസം ഇല്ല. pHമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇൻറ്റേർണൽ മെക്കാനിസം മൈക്രോ ഓർഗാനിസത്തിനില്ല. സോ അത് ആ ഫുഡിൻ്റെ pHമായിട്ട് അഫക്റ്റഡ് ആകുന്നു. ഈസ്റ്റും മോൾഡും ആർ മോർ അസിഡിക് ടോളറൻറ്റ് ദാൻ ബാക്ടീരിയ. അതായത് ലോ pHൽ ഈസ്റ്റിനും മോൾഡിനും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ബാക്ടീരിയ പറഞ്ഞു ചില ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ആസിഡ് ലവിങ് ആയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ആ കേസിൽ, അതായത് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുള്ളപ്പോൾ ഗ്രോ ചെയ്യുന്നത്. സോ അല്ലാത്ത കേസിൽ ഏറ്റവും കൂടുതലും ആസിഡ് ടോളറൻ്റ് ആയിട്ടുള്ളത് ഈസ്റ്റും മോൾഡുമാണ്. The inherent pH of food varies, although most food are acidic or neutral. അതായത് inherent pH of the food, ഫുഡിൻ്റെ അകത്തുള്ള pH വേരി ചെയ്യാം. അത് ആസിഡിക്കും ആകാം, ന്യൂട്രൽ pHും ആകാം. അതായത് നമുക്കിപ്പം ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ pH നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. സോ അതിന് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെയാണ്. അവർക്ക് ഇന്ന pH എന്നല്ല, ഇന്ന് ചില pHലുള്ള ഓർഗാനിസം അതിൽ ഗ്രോ ചെയ്യും, അല്ലാത്തത് അതിൽ ഗ്രോ ചെയ്യില്ല. പിന്നെ ഫുഡ് വിത്ത് ലോ pH വാല്യൂ ആർ ബിലോ, അതായത് ഫുഡ് വിത്ത് ലോ pH വാല്യൂ, pH കുറവായത് ബിലോ 4.5, അതായത് ആസിഡിക് pHലുള്ളത് ആർ നോട്ട് റെഡിലി സ്പോയിൽഡ് ബൈ ബാക്ടീരിയ. അതായത് ഫുഡ് ഐറ്റംസ്, ലോ pHലുള്ള ഫുഡ് ഐറ്റംസ് മോസ്റ്റ്ലി അഫക്റ്റഡ് ബൈ ബാക്ടീരിയ അല്ല അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അഫക്റ്റ് ചെയ്യുന്നത് ഈസ്റ്റും മോൾഡും ആയിരിക്കും. ഏറ്റവും കൂടുതൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈസ്റ്റും മോൾഡുമാണ്. The excellent keeping quality of the following food is due to their relative pH. അതായത് നമുക്കിപ്പോൾ pH നല്ല രീതിയിലുള്ള pH ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിരിക്കും എക്സലൻറ്റ് കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റംസ്. അതായത് ഇപ്പം നമുക്ക് പറയാം ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോർക്രോട്ട് എന്ന് പറയുന്ന ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ ഉപ്പിലിട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് പിക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം അച്ചാർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ pH ലോ ആയിരിക്കും, ബട്ട് അത് എക്സലൻ്റ് ആയിട്ട് ഗ്രോ, അതായത് അതിനെ എന്തായാലും പറയുന്നത് സ്പോയിലേജ് വരാതെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകുന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെ ലോ pH അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. സോ സം ഫുഡ് ഹാവ് ലോ pH ബിക്കോസ് ഓഫ് ഇൻഹറൻറ്റ് അസിഡിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ചില ഫുഡിന് ലോ pH കാണിക്കുന്നത്. ദ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് ഹാവ് എ ലോ pH. അതായത് നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന അനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയൽ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലാത്ത എപ്പോഴും pH എന്തായിരിക്കും? ലോ ആയിരിക്കും, ബിക്കോസ് ഓഫ് ഡെവലപ്ഡ് അസിഡിറ്റി ഫ്രം അക്യൂമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഡ്യൂറിങ് ദ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്. അതായത് ഈ ലോ pH ഫെർമെൻറ്റേഷൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഇത് ലോ pH ആയിരിക്കും ബിക്കോസ് ഓഫ് ഡെവലപ്ഡ് അസിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ. അത് ബിക്കോസ് ഓഫ് ഡെവലപ്ഡ് അസിഡിറ്റി എന്തിൽ നിന്ന്? ലാക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും അവിടെ. ഫെർമെൻറ്റേഷൻ്റെ സമയത്ത് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ അസിഡിറ്റി വരും. അങ്ങനെയാണ് അവിടെ ലോ pH വരുന്നത്. സോ
മോൾഡ് ക്യാൻ ഗ്രോ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പി എച്ച്. ഞാൻ പറഞ്ഞു മോൾഡ് ആസിഡ് ടോളറൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് വൈഡ് റേഞ്ച് ഓഫ് പി എച്ചിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. മോസ്റ്റ് ഫെർമെൻറ്റേറ്റീവ് ഈസ്റ്റ് ആർ ഫേവേർഡ് ബൈ എ പി എച്ച് ഓഫ് അബൌട്ട് 4 to 4.5. ഈസ്റ്റ്, ഫെർമെൻറ്റേറ്റീവ് ഈസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പി എച്ച് എപ്പോഴും എന്തായിരിക്കും 4 to 4.5 ഈസ്റ്റ് നന്നായിട്ട് ഗ്രോ ചെയ്യും. ഈസ്റ്റ് ഡു നോട്ട് ഗ്രോ വെൽ ഇൻ ആൽക്കലൈൻ സബ്സ്ട്രേറ്റ്, അതായത് ഹയർ പി എച്ച് ആൽക്കലൈൻ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ 8-9 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ ഈസ്റ്റ് എന്ത് ചെയ്യത്തില്ല, ഗ്രോ ചെയ്യത്തില്ല. ബാക്ടീരിയ ഫേവേർഡ് പി എച്ച് ഈസ് ഓൾവേസ് ന്യൂട്രൽ, അതായത് ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ ന്യൂട്രൽ പി എച്ചിലായിരിക്കും ഗ്രോ ചെയ്യുന്നത് മോസ്റ്റ്, പക്ഷേ എല്ലാം അല്ല, ചിലത് മാത്രം. ആക്റ്റീവ്ലി പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ, അതായത് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന ബാക്ടീരിയ. ആക്റ്റീവ്ലി പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ഗ്രോ ഇൻ മീഡിയ വിത്ത് ഹൈ ആൽക്കലൈൻ പി എച്ച്. ഹൈ ആൽക്കലൈൻ ആയിട്ടുള്ള, അതായത് ഹൈ ആയിട്ടുള്ള നമ്മുടെ പി എച്ച് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ പറഞ്ഞ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത്. നമ്മുടെ എഗ് വൈറ്റിലൊക്കെ ഈ തരത്തിലുള്ള ആൽക്കലൈൻ പി എച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ആയിരിക്കും എഗ് വൈറ്റിലൊക്കെ ഗ്രോ ചെയ്യുന്നത്. ബഫർ ഇൻ എ ഫുഡ്, ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട് ദാറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച്. പി എച്ചിൻ്റെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ബഫർ എന്ന് പറയുന്നത്. ആൻഡ് ആർ നോട്ട് ഓൺലി ഫോർ ബഫറിംഗ് കപ്പാസിറ്റി, അത് ബഫറിംഗ് കപ്പാസിറ്റിയുടെ ബേസിസിൽ മാത്രമല്ല അത് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഓൾസോ ഫോർ ദെയർ എബിലിറ്റി ടു ഡു എസ്പെഷ്യലി എഫക്റ്റീവ് വിത്ത് എ സർട്ടൈൻ റേഞ്ച് ഓഫ് പി എച്ച്. അതൊരു സർട്ടൈൻ റേഞ്ച് ഓഫ് പി എച്ചിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ എബിലിറ്റി പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉള്ളതുകൊണ്ടും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നു. മിൽക്ക് ഒരു നല്ല ബഫറായിട്ട് നമുക്ക് പറയാം, കാരണം അത് കൺസിഡറബിൾ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഒരു കൺസിഡറബിൾ ഗ്രോത്ത് ഉണ്ടാവും മിൽക്കിൽ. ആൻഡ് ആസിഡ് പ്രൊഡക്ഷൻ ബൈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അതിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. സോ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മോയ്സ്ചർ റിക്വയർമെൻ്റ് ആണ്. മോയ്സ്ചർ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ ആക്ടിവിറ്റി ആണ്, അതായത് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ. എന്താണ്, ഇപ്പം നമ്മൾ പറയാം നമുക്ക് ആവശ്യമുള്ള വാട്ടർ നമ്മൾ എടുത്തു കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു സർട്ടൈൻ എമൗണ്ട് ഓഫ് വാട്ടർ വേണം അതിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഓരോ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും ഒക്കെ എന്ത് വേണം, വാട്ടർ വേണം. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ മോയ്സ്ചർ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ ഫുഡിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട്. മൈക്രോ ഓർഗാനിസം ഹാവ് ആൻ അബ്സല്യൂട്ട് ഡിമാൻഡ് ഫോർ വാട്ടർ. വിത്തൗട്ട് വാട്ടർ ദർ ഈസ് നോ ഗ്രോത്ത് ഒക്കർ. അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഒരു ഡിമാൻഡ് ഉണ്ട്, വെള്ളം ഇത്ര വെള്ളം വേണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വാട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് പോസിബിൾ അല്ല. ദ എക്സാക്ട് എമൗണ്ട് ഓഫ് വാട്ടർ നീഡഡ് ഫോർ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം വേരീസ്. ഞാൻ പറഞ്ഞു എത്ര എമൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, വെള്ളം ഇത്ര വേണം എന്ന് പറയാൻ പറ്റത്തില്ല. ദ വാട്ടർ റിക്വയർമെൻറ്റ് ഈസ് ബെസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ വാട്ടർ എത്ര ശതമാനം വെള്ളം അല്ലെങ്കിൽ അതിന് അതിൻ്റെ റിക്വയർമെൻറ്റ് എത്ര എന്ന് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് വാട്ടർ ആക്ടിവിറ്റി AW എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് solute in water in most food divided by vapor pressure of solvent, usually water. So solute in water in most of the food, അതാണ് ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂഷ്വലി വാട്ടർ ആയിരിക്കും. സോ നമുക്ക് പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ ആക്ടിവിറ്റി 1 ആണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 1.0 m സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐഡിയൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂട്ടിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 0.9823. സോ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വുഡ് ബി ദ ഇക്വിലിബ്രിയം വിത്ത് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. RH എന്നാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറയുന്നത്. സോ വാട്ടർ ആക്ടിവിറ്റി ഇൻറ്റു 100 വുഡ് ബി ദ ഇക്വിലിബ്രിയം വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ അബൌട്ട് ദ ഫുഡ്. സോ ഇനി അടുത്തത് വാട്ടർ ആക്ടിവിറ്റി ഇൻറ്റു 100 നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ERH എന്നാണ്. ERH ഡിവൈഡഡ് ബൈ 100നെ നമ്മൾ എന്ത് പറയുന്നു, വാട്ടർ ആക്ടിവിറ്റി.
AW is denoted as water activity. ഇനി നമുക്ക് പറയാം എങ്ങനെയൊക്കെ ബാക്ടീരിയയ്ക്ക് വാട്ടർ അൺഅവൈലബിൾ ആക്കാം. സോ ഹൗ വാട്ടർ മെയ്ഡ് അൺഅവൈലബിൾ ഇൻ വേരിയസ് വേസ്. ഒന്ന്, സൊല്യൂട്ട് ആൻഡ് അയോൺ ടൈസ് ഓഫ് വാട്ടർ ഇൻ എ സൊല്യൂഷൻ. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു വെള്ളത്തിൻ്റെ അകത്ത് ഷുഗർ കണ്ടൻറ്റോ സോൾട്ട് കണ്ടൻറ്റോ കൂടുതലായിട്ട് ഇട്ടെന്ന് വെച്ചോ, അതിൻ്റെ മാക്സിമം ഒരു ലെവൽ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ ബാക്ടീരിയ ഉള്ള ഒരു ഫുഡിൻ്റെ അകത്ത് ഇന്ന പോലെ സൊല്യൂട്ട് അതായത് നമ്മുടെ സൊല്യൂട്ട്സിൻ്റെയോ അല്ലെ അയോൺസിൻ്റെയോ കോൺസെൻട്രേഷൻ ഹയർ ആയി നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എന്ത് ചെയ്യും, വാട്ടർ ബാക്ടീരിയൽ സെല്ലിൽ നിന്നും പുറത്തേക്ക് വരും. ആ ഒരു പുറത്തേക്ക് വരുമ്പോൾ ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ അവിടെ യൂസ് ചെയ്യാൻ പറ്റാതാവുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് എന്ത് പറ്റുന്നില്ല, വാട്ടർ കിട്ടുന്നില്ല. സോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ ഗ്രോത്തോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് ബാക്ടീരിയേൻ്റെ വാട്ടറിനെ നമുക്ക് അൺഅവൈലബിൾ ആക്കാൻ സാധിക്കും. സോ സൊല്യൂട്ട്സ് ആൻഡ് അയോൺ ടൈ അപ്പ് വാട്ടർ ഇൻ എ സൊല്യൂഷൻ. ദെയർഫോർ ആൻ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് സച്ച് ആസ് ഷുഗർ ആൻഡ് സോൾട്ട് ഈസ് in effect drying of a material. Not only water tied up by solutes, but water tends to leave the microbial cell by osmosis if there is higher concentration of solute outside the cell than inside. സോ ഇനി രണ്ടാമത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് അല്ലെങ്കിൽ ജെല്ല്. അതായത് നമുക്കൊരു മീഡിയത്തിൻ്റെ അകത്തൊക്കെ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഗാറിൻ്റെ ഒരു സെർട്ടൈൻ കോൺസെൻട്രേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് 2% ആയിരിക്കും അഗാർ നമ്മൾ ഒരു മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വാട്ടർ അവൈലബിലിറ്റി കുറയ്ക്കണം, ബാക്ടീരിയ ഗ്രോയെ ചെയ്യരുത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 3 to 4% ഓഫ് അഗാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ബാക്ടീരിയൽ ഗ്രോത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ലീവിങ് ടു ലിറ്റിൽ അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ. So hydrophilic colloids gels make water unavailable as 3 to 4% agar in the medium may prevent bacterial growth by leaving too little available moisture. ഇനി അടുത്തത് ക്രിസ്റ്റലൈസേഷൻ ആണ്. അതായത് വെള്ളം ഐസായി കഴിഞ്ഞാലും ബാക്ടീരിയക്ക് എന്ത് പറ്റത്തില്ല, വാട്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയും എന്താണ് ക്രിസ്റ്റലൈസേഷൻ വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് വഴി നമുക്ക് വാട്ടർ അവൈലബിലിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറയുന്നത് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ഐസായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എപ്പോഴും 0 ആണല്ലോ. വാട്ടർ ഐസ് ആകുമ്പോൾ ടെമ്പറേച്ചർ എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസ്. സോ ദ വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ, അത് ഓരോ ടെമ്പറേച്ചറിലെയും പ്യുവർ വാട്ടറിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ 1 ആയിരിക്കും, -5 ഡിഗ്രിയിൽ 0.953 ആയിരിക്കും, -10ൽ 0.907 ആയിരിക്കും, പിന്നെ 0.846 ആയിരിക്കും -15 ഡിഗ്രി സെൽഷ്യസിൽ, പിന്നെ 0.823 ആയിരിക്കും -20 ഡിഗ്രി സെൽഷ്യസ്. അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇൻ എ ഫുഡ് ആസ് മോർ ഐസ് ഈസ് ഫോംഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദ unfrozen water is increased, lowering its water activity in the cell. So ഐസ് ആകുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസത്തിന് വാട്ടർ കിട്ടാതാകുന്നു. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു, മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കിട്ടാതാകുകയും അതിൻ്റെ അവൈലബിലിറ്റി കുറയുകയും ചെയ്യും. അതായത് വാട്ടർ ആക്ടിവിറ്റി അവിടെ ലെസൺ ആകുകയും ചെയ്യും. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ഫുഡ് ഐറ്റത്തിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി വാല്യൂസുമാണ്. ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് മീറ്റ്, ഫിഷ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് മോസ്റ്റ് ബിവറേജസ്, canned vegetables in brine, canned fruits in light syrup. സോ ഇതിൻ്റെയൊക്കെ ഒരു pH 0.98 ആൻഡ് എബവ് ആണ്. 0.98 ആൻഡ് എബവ് ആണ്. മീറ്റ്, ഫിഷ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് ആൻഡ് മോസ്റ്റ് ബീവറേജസ്, ക്യാൻഡ് വെജിറ്റബിൾസ്, ക്യാൻഡ് ഫ്രൂട്ട്സ്, അതിൻ്റെ ഒരു വാല്യൂ ആണ് 0.98 ആൻഡ് എബവ് എന്ന് പറയുന്നത്. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക്, ടൊമാറ്റോ പേസ്റ്റ്, പ്രോസസ്ഡ് ചീസ്, ബ്രെഡ്, ക്യാൻഡ് ക്യൂർഡ് മീറ്റ്, ഫെർമെൻറ്റഡ് സോസേജ്, ക്യാൻഡ് ഫ്രൂട്ട്സ് ഇൻ ഹെവി സിറപ്പ്, ഗൗഡ ചീസ്, ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.93 to 0.98 ആണ്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഡ്രൈ ഓർ ഫെർമെൻറ്റഡ് സോസേജ്, ഡ്രൈഡ് ബീഫ്, റോ ഹാം, ഏജ്ഡ് ചെഡാർ ചീസ്,
സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് എത്രയാണ് 0.85 to 0.93 ആണ്. ഇനി അടുത്തത് ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഫ്ലോർ, സീരിയൽസ്, ജാംസ് ആൻഡ് ജെല്ലീസ്, നട്ട്സ്, സം ഏജ്ഡ് ചീസ്, ഇൻ്റർമീഡിയറ്റ് ഓർ മോയ്സ്ചേഴ്സ് ഫുഡ് അതിൻ്റെ എന്ന് പറയുന്നത് 0.60 to 0.85 ആണ് വാട്ടർ ആക്ടിവിറ്റി. ചോക്ലേറ്റ്സ്, കൺഫെഷനറി, ഹണി, ബിസ്ക്കറ്റ്, ക്രാക്കേഴ്സ്, പൊട്ടറ്റോ ചിപ്സ്, ഡ്രൈഡ് എഗ്സ്, മിൽക്ക് ആൻഡ് വെജിറ്റബിൾസിൻ്റേത് ബിലോ 0.60 ആണ്. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് വാട്ടർ ആക്ടിവിറ്റി റിക്വയർമെൻറ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ വാട്ടർ ആക്ടിവിറ്റി റിക്വയർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. അത് ഏത് കൈൻഡ് ഓഫ് സൊല്യൂട്ടാണ് അതിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ടു റെഡ്യൂസ് വാട്ടർ ആക്ടിവിറ്റി. ഫോർ മെനി ഓർഗാനിസംസ് especially mold, the lowest water activity for growth is practically independent of the kind of solute used. Other organisms however have lower limiting water activity value with some solutes than with the other. Potassium chloride, for example, usually is less toxic than sodium chloride and it is in turn is less inhibitory than sodium sulfate. So the kind of solute employed to reduce water activity, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്, അപ്പോൾ അതെന്ത് ചെയ്യും, വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കും. അപ്പം അതാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി റിക്വയർമെൻറ്റ്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിനേക്കാളും ലെസ് ടോക്സിക് ആണ്. അതുപോലെ തന്നെ ഇൻ ടേൺ ഇറ്റ് ലെസ്സർ ഇൻഹിബിറ്ററി ദാൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിനേക്കാളും അതെന്താണ്, ലെസ് ഇൻഹിബിറ്ററിയുമാണ്. അപ്പം നമുക്കൊരു സൊല്യൂട്ട് ആ സബ്സ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ പോലെയാണത് പറഞ്ഞിരിക്കുന്നത്. ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ദ കൾച്ചർ മീഡിയം, ഒരു മീഡിയത്തിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റ്. ഇൻ ജനറൽ ദ ബെറ്റർ ദ മീഡിയം ഫോർ ഗ്രോത്ത് ദ ലോവർ ദ ലിമിറ്റിംഗ് വാട്ടർ ആക്ടിവിറ്റി. മീഡിയത്തിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് അത് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് വാട്ടർ ആക്ടിവിറ്റി, അതായത് ലോവർ ചെയ്യും വാട്ടർ ആക്ടിവിറ്റി. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓർഗാനിസം ഹാവ് ദ ഗ്രേറ്റസ്റ്റ് ടോളറൻസ് ടു ലോ വാട്ടർ ആക്ടിവിറ്റി അറ്റ് ആൻ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ വാട്ടർ ആക്ടിവിറ്റി എന്താണ്, അത് ഗ്രേറ്റ് ടോളറൻസ് ഉണ്ടാവും, അത് ടോളറബിൾ ആണ്. സോ അടുത്തത് ഓക്സിജൻ സപ്ലൈ. ഗ്രോത്ത് ഓഫ് എയ്റോബ്സ് ടേക്ക് പ്ലേസ് അറ്റ് എ ലോവർ വാട്ടർ ആക്ടിവിറ്റി. ഇത് AW എന്നിട്ടിരിക്കുന്നത് വാട്ടർ ആക്ടിവിറ്റി ആണ് കേട്ടോ, വാട്ടർ ആക്ടിവിറ്റി. സോ ഓക്സിജൻ സപ്ലൈ ഗ്രോത്ത് ഓഫ് എയ്റോബ്സ് ടേക്ക് പ്ലേസ് അറ്റ് ലോവർ വാട്ടർ ആക്ടിവിറ്റി. എയ്റോബിക് ഓർഗാനിസം, അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് എയ്റോബ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എയ്റോബിക് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത് ലോവർ വാട്ടർ ആക്ടിവിറ്റിയിലാണ്. ഇൻ ദ presence of air than in the absence, and the reverse is true of anaerobes. anaerobesന്റെ കേസിൽ ഇതിൻ്റെ റിവേഴ്സ് ആണ്. അതായത് ഇവിടെ എയ്റോബ്സിന് ലെസർ വാട്ടർ ആക്ടിവിറ്റി ആയിരിക്കും ഓക്സിജൻ്റെ പ്രസൻസിൽ, അപ്പോൾ അനൈറോബ്സിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. pH എന്ന് പറയുന്നത് മോസ്റ്റ് ഓർഗാനിസം ആർ മോർ ടോളറൻറ്റ് ഓഫ് ലോ വാട്ടർ ആക്ടിവിറ്റി അറ്റ് pH വാല്യൂ നിയർ ന്യൂട്രാലിറ്റി. ന്യൂട്രൽ pHലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ടോളറൻറ്റ് ടു ലോ വാട്ടർ ആക്ടിവിറ്റി. ഇതും വാട്ടർ ആക്ടിവിറ്റിയാണ് AW എന്ന് പറയുന്നത് അറ്റ് pH വാല്യൂ. ന്യൂട്രൽ pHൽ അപ്പോൾ എന്തായിരിക്കും, ലോ വാട്ടർ ആക്ടിവിറ്റിയാണ്. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് നാരോസ് ദ റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി. ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്രസൻസും എന്ത് ചെയ്യും, നാരോസ് ദ റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി, വാട്ടർ ആക്ടിവിറ്റിയുടെ റേഞ്ച് കുറയ്ക്കും. ആൻഡ് ഫോർ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന്, അതായത് പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് നാരോസ് ദ റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റിയുടെ റേഞ്ച് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. സോ ഇനി പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മെത്തേഡ്സ് ഫോർ ദ കൺട്രോൾ ഓഫ് വാട്ടർ ആക്ടിവിറ്റി. വാട്ടർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സിൻ്റെ പേരാണ് ഇക്വിലിബ്രേഷൻ വിത്ത് കൺട്രോളിങ് ദ സൊല്യൂഷൻ. ഇക്വിലിബ്രിയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് ദ വാട്ടർ സോർപ്ഷൻ ഐസോതേം ഫോർ ദ ഫുഡ് ആൻഡ് അഡീഷൻ ഓഫ് സൊല്യൂട്ട്സ്, അതായത് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നു. പിന്നെ സൊല്യൂട്ട്സിൻ്റെ അഡീഷൻ. ഇത് കുറച്ച് മെത്തേഡ്സ് ആണ്, ജസ്റ്റ് ടു മേക്ക് യു അവെയർ. മെത്തേഡ്സ് ഫോർ ദ കൺട്രോൾ ഓഫ് വാട്ടർ ആക്ടിവിറ്റി. ഇറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയുന്നത്
ആക്ടിവിറ്റിയുടെ തന്നെ എ കൺസിഡറേഷൻ ഓഫ് മോയ്സ്ചർ റിക്വയർമെൻറ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം ലീഡ് ടു സം ജനറൽ കൺക്ലൂഷൻ. ചില ജനറൽ കൺക്ലൂഷൻസ് ആണ് ഇനി ഇവിടെ പറയുന്നത്. ഈച്ച് മൈക്രോ ഓർഗാനിസം ഹാവ് ഇറ്റ്സ് ഓൺ ഒപ്റ്റിമൽ വാട്ടർ ആക്ടിവിറ്റി. ഓരോ മൈക്രോ ഓർഗാനിസത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഒപ്റ്റിമൽ വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൺ റേഞ്ച് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഫോർ ഗ്രോത്ത് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിൻ്റെ പ്രസൻസിൽ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. So factors affecting the moisture requirement of organism, the nutritive properties of the substrate. അപ്പോൾ factors affecting എന്താണ് ഈ മോയ്സ്ചർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മോയ്സ്ചർ റിക്വയർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എന്താണ്? ന്യൂട്രിറ്റീവ് പ്രോപ്പർട്ടീസ്, അതായത് ന്യൂട്രിയൻസ്, പ്രസൻസ് ഓഫ് ന്യൂട്രിയൻസ്, പിന്നെ അതിൻ്റെ pH, ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ്, അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഓക്സിജൻ ഓർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ടെമ്പറേച്ചർ. ഇത് തന്നെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയതാണ്. പിന്നെ അൺഫേവറബിൾ വാട്ടർ ആക്ടിവിറ്റി വിൽ റിസൾട്ട് നോട്ട് ഓൺലി റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ബട്ട് ആൻഡ് ഈസ് ഓൾസോ ലോവേർഡ് മാക്സിമൽ ഈൽഡ് ഓഫ് സെൽ. അതായത് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ആകുന്നത് എപ്പോഴാണ്? ഇൻ ദ റേറ്റ് ഓഫ് ലോവേർഡ് മാക്സിമം ഈൽഡ് ഓഫ് സെൽസ്. അതായത് വാട്ടർ ആക്ടിവിറ്റി നടക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് എപ്പോഴാണ് റെഡ്യൂസ് ചെയ്യുന്നത്? അൺഫേവറബിൾ ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റി കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്രോത്ത് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ സെൽസേ കാണുള്ളൂ, മൾട്ടിപ്ലിക്കേഷന് പോലുമുള്ള വാട്ടർ അവിടെ അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്രോത്ത് നടക്കത്തില്ല. The more unfavorable the water activity of the substrate, the greatest the delay. അതായത് ഇനി ഞാൻ മറ്റേ ഗ്രോത്ത് കർവ് പറയുമ്പോൾ പറയും ലാഗ് ഫേസ് എന്താണ്, ലോഗ് ഫേസ് എന്താണെന്ന്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ജസ്റ്റ് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഓർഗാനിസം നമ്മുടെ ഫുഡിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിനെയാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാഗ് ഫേസിൽ നിന്ന് അതായത് ദ മോർ അൺഫേവറബിൾ ദ വാട്ടർ ആക്ടിവിറ്റി അൺഫേവറബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഓഫ് ദ സബ്സ്ട്രേറ്റ്, ദ ഗ്രേറ്റർ ദ ഡിലേ. അപ്പം വെള്ളം കുറയുന്നതനുസരിച്ച് ഗ്രോത്ത് എപ്പോഴും എന്ത് ചെയ്യും? ഒന്ന് ഡിലേ ആവും, കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദ ഇനീഷ്യേഷൻ ഓഫ് ഗ്രോത്ത് ഓർ ജെർമിനേഷൻ ഓഫ് ദ സ്പോർസ് ഗെറ്റ് ഡിലേ. This often is important in the preservation or reduction in the rate of growth of organs. അതായത് നമ്മൾ ഒരു സാധനം പ്രിസർവ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഉപ്പിലിട്ട് വെക്കുന്ന മാങ്ങ, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതെന്ന് പറയുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് പ്രിവെൻറ്റ് ചെയ്യും അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ ഗ്രോത്ത് അത് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണാൻ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കുപ്പിക്കകത്തും ഒക്കെ ഓരോ മാർക്കറ്റ് ചെയ്യുന്ന സാധനങ്ങളിലും പ്രിസർവേറ്റീവ്സ് ആഡഡ് ആണ്. എന്തിനാണ് ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഡിലേ ചെയ്യിക്കുന്നതും, അല്ലെങ്കിൽ ഓൾറെഡി പ്രസൻറ്റ് ആകാം ബട്ട് അത് ഡിലേ ആകും, അല്ലെങ്കിൽ അവിടെ ഗ്രോത്ത് നടക്കത്തില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് വെള്ളം കുറയുന്നതനുസരിച്ച് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഡിലേ ആകുന്നു, അങ്ങനെ ജെർമിനേഷനോ ഗ്രോത്തോ ഒന്നും നടക്കുന്നില്ല. അപ്പം നമുക്കത് പ്രിസർവേഷൻ എന്ന് പറയുന്നൊരു ഇത് പറയുന്നില്ലേ, പ്രിസർവേഷൻ അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫുഡ്, അതിൽ ഹെൽപ്ഫുൾ ആണ്. In general, bacteria require more moisture than yeast. ഈസ്റ്റിനേക്കാളും കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ആർക്ക് വേണം? ബാക്ടീരിയയ്ക്ക് വേണം. സോ ആൻഡ് ഈസ്റ്റ് മോർ ദാൻ മോൾഡ്. ഈസ്റ്റ് മോർ ദാൻ മോൾഡ്. മോൾഡിന് അതിലും വേണം. അപ്പോൾ ബാക്ടീരിയ റിക്വയർ മോർ മോയ്സ്ചർ ദാൻ ഈസ്റ്റ് ആൻഡ് സോറി ഞാനിത് റെപ്പറ്റീഷൻ വന്നതാണ്. സോ ഇത് വേണ്ട കേട്ടോ. മോർ ദാൻ മോൾഡിനും ഈസ്റ്റിനേക്കാളും കൂടുതൽ ബാക്ടീരിയക്കായിരിക്കും വാട്ടർ ആക്ടിവിറ്റി വേണ്ടത്. സോ ആസ് ഷോൺ ഇൻ ടേബിൾ 1.2 വിച്ച് ഷോസ് ലോവർ ലിമിറ്റ്സ് ഓഫ് വാട്ടർ ആക്ടിവിറ്റി ഫോർ ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് മോൾഡ്. അതായത് ഞാനിവിടെ അടുത്ത പേജിൽ നമുക്കിപ്പോൾ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ അകത്ത് ബാക്ടീരിയയുടെയും ഈസ്റ്റിൻ്റെയും മോൾഡിൻ്റെയും വാട്ടർ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ടബിൾ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ജനറലൈസ് ഹൗവർ സം മോൾഡ്സ് ഹാവ് ഹയർ മിനിമൽ ആക്ടിവിറ്റി, വാട്ടർ ആക്ടിവിറ്റി. ഇതൊരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചില മോൾഡ് പറഞ്ഞ പോലെ മോൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈസ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഫഞ്ചൈ ആണ്. മോൾഡ് എന്ന് പറയുന്നത് എന്താ? ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫഞ്ചൈ. ഈസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ യൂണിസെല്ലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. സോ ഫഞ്ചൈ ആണ് ഈ മോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ മോൾഡ് ഹയർ മിനിമൽ വാട്ടർ ആക്ടിവിറ്റി ആണ് അതിന് ഫോർ എ ഗ്രോത്ത്. അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഹയർ മിനിമൽ വാട്ടർ ആക്ടിവിറ്റി ആണ് അതിനുള്ളത്. പിന്നെ സ്പോർ ജെർമിനേഷനും ദാൻ ഡു മെനി ഈസ്റ്റ് ആൻഡ് സം ബാക്ടീരിയ. മറ്റ് ബാക്ടീരിയ ഈസ്റ്റിനേക്കാളും ഒരു ഹയർ മിനിമൽ വാട്ടർ ആക്ടിവിറ്റി ആർക്കുണ്ട്? മോൾഡിന് ഉണ്ട്.
സോ അടുത്തത് ലോവസ്റ്റ് വാട്ടർ ആക്ടിവിറ്റി വാല്യൂസ് പെർമിറ്റിംഗ് ഗ്രോത്ത് ഓഫ് സ്പോയിലേജ് ഓർഗാനിസം. അതായത് ഇനിയിപ്പം ഞാൻ പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. ഇത് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ബാക്ടീരിയയുടെ കേസിൽ വാട്ടർ ആക്ടിവിറ്റി 0.91 ആണ്, ഈസ്റ്റിൻ്റെത് 0.88, മിനി മോൾഡ്സിന്റെ കേസിൽ 0.80. ഈ ഹാലഫൈൽസ് സോൾട്ട് ലവിംഗ് ബാക്ടീരിയ ആണ്, അതിന്റെ 0.75. സെറോഫിലിക് ഫംജൈ അത് 0.65 ആണ്. ഓസ്മോഫിലിക് ഈസ്റ്റ് അത് 0.60 ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ആ ടേബിൾ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സോ ഈ വാല്യൂസ് എല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ഗ്രോ ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ്. മൈക്രോ ഓർഗാനിസം എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ടിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം. എക്സാമ്പിൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട്. ഒബ്വിയസ്ലി ഹാവ് അതിനെന്തായിരിക്കും? ലോ മിനിമൽ ആക്ടിവിറ്റി ആയിരിക്കും. വാട്ടർ ആക്ടിവിറ്റി എന്തായിരിക്കും? മിനിമൽ ആയിരിക്കും. പിന്നെ ആലോഫിലിക് ബാക്ടീരിയ റിക്വയർ. ഹാലോഫിലിക് സോൾട്ട് ലവിംഗ് ബാക്ടീരിയയ്ക്ക് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ലവിംഗ് ബാക്ടീരിയ റിക്വയർ മിനിമൽ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾഡ് സോഡിയം ക്ലോറൈഡ് ഫോർ ഗ്രോത്ത്. അതിനൊരു മിനിമം എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിലേ അത് ഗ്രോ ചെയ്യുകയുള്ളൂ. ഓസ്മോഫിലിക് ഈസ്റ്റ് ഗ്രോ ബെസ്റ്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ. ഓസ്മോഫിലിക് ആയിട്ടുള്ള ഈസ്റ്റ് അത് എന്ത് ചെയ്യത്തുള്ളൂ? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം. അത് എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗറിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും. സോ ഇനി അടുത്തത് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അടുത്ത ഫാക്ടറാണ് ഈ OR പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ ഓക്സിജൻ ടെൻഷൻ ഓർ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എബൌട്ട് എ ഫുഡ് ആൻഡ് ദ OR പൊട്ടൻഷ്യൽ ഓർ റെഡ്യൂസിംഗ് ദ ഓക്സിഡൈസിംഗ് പവർ ഓഫ് ദ ഫുഡ് ഇറ്റ്സെൽഫ് ഇൻഫ്ലുവൻസ് ദ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് വിച്ച് വിൽ ഗ്രോ ആൻഡ് ഹെൻസ് ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫുഡ്. അതായത് ഒരു ഫുഡിനെ നമ്മളിപ്പോൾ വെളിയിൽ വെച്ചിരിക്കുന്ന ഫുഡാണെങ്കിൽ അതിനെ ഓക്സിജൻ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങനെ ഒരു, അതായത് നമ്മുടെ ഓക്സിജൻ്റെ ആക്ടിവിറ്റി ഒന്നെങ്കിൽ ആ ഫുഡിനെ അത് ഭയങ്കരമായിട്ട് അതിൽ ആക്ട് ചെയ്യാം. അപ്പം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും അതിനെ റിലേറ്റ് ചെയ്തും വരാം. സോ അതിനെയാണ് നമ്മൾ ഈ OR പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. OR പൊട്ടൻഷ്യലിൻ്റെ ഇൻ എ ഫുഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ക്യാരക്ടറിസ്റ്റിക് OR പൊട്ടൻഷ്യൽ ഓഫ് ദ ഒറിജിനൽ ഫുഡ്. ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒരു ഫുഡിനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ പോയിസണിങ് കപ്പാസിറ്റി, ദ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫുഡ്. അതായത് ഞാൻ പറഞ്ഞു മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? ഓക്സിജൻ ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഗ്രോത്ത്, ഈ ഫുഡൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഗ്രോ ചെയ്യുമ്പോൾ ചില എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അത് ഹ്യൂമൻ ബീങ്സിനെ തന്നെ ചില ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, അതെന്ത് ചെയ്യും? ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഒക്കെ എന്ന് വെച്ചാൽ വിത്തിൻ ഒരു ചെറിയ എമൗണ്ട് ഇൻടേക്ക് ചെയ്താൽ തന്നെ നമ്മൾ മരിക്കാൻ വരെയുള്ള ഒരു കാരണമായിട്ട് മാറാം. സോ അങ്ങനെയുള്ള ചേഞ്ചസ് ഫുഡിൽ ഉണ്ടാകാം. ദീസ് oxygen tension or the oxygen tension of the atmosphere about the food and the access which the atmosphere has to the ഫുഡ്. പിന്നെ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന്, പിന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഫുഡ് ഇരിക്കുന്ന കോണ്ടാക്ട്, ഇതെല്ലാം ഓരോ കാരണങ്ങളാണ് OR പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. പിന്നെ എയറിൻ്റെ അകത്ത് ഹൈ ഓക്സിജൻ ടെൻഷനാണ്. നമുക്കറിയാം എയർ ഹാസ് ഹൈ ഓക്സിജൻ ടെൻഷൻ ബട്ട് ദ ഹെഡ് സ്പേസ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ക്യാൻ ഓഫ് ഫുഡ് വുഡ് ഹാവ് എ ലോ ഓക്സിജൻ ടെൻഷൻ. അതായത് നമ്മൾ കടകളിലൊക്കെ കാണുന്ന ക്യാൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ മോൾ ഭാഗത്തൊന്നും എയറിൻ്റെ ടെൻഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എയർ കണ്ടന്റ് കുറവായിരിക്കും. അല്ലെങ്കിൽ ലേസിൻ്റെ പാക്കറ്റൊക്കെ കാർബണേറ്റഡ് അല്ല, നമ്മൾക്ക് ഇത് പറയാം നൈട്രജൻ കണ്ടൻ്റ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ അതെന്താണ്? അതൊരു അനൈറോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അനൈറോബിക് കണ്ടീഷനിലായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അനൈറോബിക് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല, വാക്വം അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് ഒരു എയറിൻ്റെ പ്രസൻസ് വളരെ കുറഞ്ഞൊരു കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിൽ എപ്പോഴും ഗ്രോത്ത് നടക്കത്തില്ല. സോ അങ്ങനെയുള്ള അപ്പം ഇൻ കേസ് അത് അനൈറോബിക് ബാക്ടീരിയ ഉണ്ടെങ്കിലേ ഗ്രോത്ത് നടക്കുകയുള്ളൂ, അല്ലാത്ത കേസിൽ അവിടെ ഗ്രോത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ഹെഡ് സ്പേസ് ഇൻ ആൻ ഇവാക്യുവേറ്റഡ് can of food would have a low oxygen tension. From the standpoints of the ability to use free oxygen, microorganisms have been classified as aerobic when they റിക്വയർ ഫ്രീ ഓക്സിജൻ. അതായത് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ, അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ്റെ ബേസിസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ എയ്റോബിക് ഓർഗാനിസം ഉണ്ട്, അനേറോബിക് ഓർഗാനിസം ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസം ഉണ്ട്. എയ്റോബിക് എന്ന് പറയുമ്പോൾ അതിന് ഫ്രീ ഓക്സിജൻ റിക്വയർഡ് ആണ്. അനേറോബിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആബ്സെൻസ് ഓഫ് എയറിൽ ഗ്രോ ചെയ്യുന്നതാണ്. ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എയ്റോബിക്കലി അല്ലെങ്കിൽ അനേറോബിക്കലിയോ മൈക്രോ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യും. അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്
മോൾസ് ആർ എയ്റോബിക്. മോൾഡ് എപ്പോഴും എന്താണ്? എയ്റോബിക് ആണ്. മോസ്റ്റ് ഈസ്റ്റ് ഗ്രോ ബെസ്റ്റ് എയ്റോബിക്കലി, അതായത് എയറിന്റെ പ്രസൻസിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും. ആൻഡ് ബാക്ടീരിയ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് മേ ബി എയ്റോബിക്, അനെയ്റോബിക് ഓർ ഫാക്കൽറ്റേറ്റീവ്. അപ്പം ബാക്ടീരിയ എന്താണ്? എയ്റോബിക് ഉണ്ട്, അനെയ്റോബിക് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവും ഉണ്ട്. From the standpoint of OR potential, a high oxidizing potential favors aerobes. അതായത് ഹൈ ഓക്സിഡൈസിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എയ്റോബിക് ഓർഗാനിസത്തിനെ എപ്പോഴും ഫേവർ ചെയ്യും ഗ്രോത്തിനെ. ബട്ട് വിൽ പെർമിറ്റ് ദ ഗ്രോത്ത് ഓഫ് ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസം ലോ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ ഫേവേഴ്സ് അനൈറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് പൊട്ടൻഷ്യൽ. അതായത് ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസം, അതായത് ഓക്സിഡൈസിങ് പൊട്ടൻഷ്യൽ എപ്പോഴും ഫേവർ ചെയ്യുന്ന എന്തിനായിരിക്കും? എയ്റോബ്സിനെ ആയിരിക്കും. പക്ഷേ ഓക്സിഡേഷൻ കുറഞ്ഞു വരുന്ന ടൈമിൽ അത് ഏറ്റവും ഫേവർ ചെയ്യുന്നത് അനൈറോബ്സിനെയും ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസത്തിനെ ആയിരിക്കും. കാരണം രണ്ടിലും ഗ്രോത്ത് നടത്തുന്നത് ഫാക്കൽറ്റീവ്സ്. എയ്റോബിക് കണ്ടീഷനിലും അനൈറോബിക് കണ്ടീഷനിലും ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസം ഗ്രോ ചെയ്യും. ആൻഡ് അനൈറോബിക് ഓർഗാനിസത്തിന് ഓക്സിജൻ റിക്വയർമെന്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അതും അവിടെ ഗ്രോ ചെയ്യും. However, some organisms that are considered aerobic can grow but not well at surprisingly low OR potential. അതായത് ചില ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അത് എയ്റോബിക് കണ്ടീഷനിൽ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതാകാം, ബട്ട് സർപ്രൈസിംഗ്ലി അറ്റ് ലോ OR പൊട്ടൻഷ്യൽ ഓൾസോ, ബട്ട് നോട്ട് ഗ്രോ വെൽ. അത് എന്ത് ചെയ്യത്തില്ല? നല്ല രീതിയിൽ അങ്ങ് വളരത്തില്ല, പക്ഷേ ചില സമയത്ത് അതങ്ങ് വളരും, അത്രയേ ഉള്ളൂ. അതായത് ചില ഓർഗാനിസംസ് ദാറ്റ് ആർ കൺസിഡേർഡ് എയ്റോബിക്, ചില സമയം എയ്റോബിക് ഓർഗാനിസംസ് പോലും ചില കണ്ടീഷൻസിൽ അത് എന്താകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്? ലോ OR പൊട്ടൻഷ്യലിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം മേ ഓൾട്ടർ ദ OR പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം മേ ഓൾട്ടർ ദ OR പൊട്ടൻഷ്യൽ. ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ അത് അതിൻ്റെ OR പൊട്ടൻഷ്യൽ ഓഫ് എ ഫുഡ് ഇന്നഫ് ടു റീസ്ട്രെയിൻ ദ അതർ ഓർഗാനിസം. അത് OR പൊട്ടൻഷ്യലി അഫക്റ്റ് ചെയ്യാനും മറ്റ് സ്ട്രെയിൻസിനെ, അതായത് മറ്റ് ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണ്. അനൈറോബ്സ് ഫോർ എക്സാമ്പിൾ മേ ലോവർ OR പൊട്ടൻഷ്യൽ. അനൈറോബ്സ് എപ്പോഴും എന്ത് ചെയ്യും? OR പൊട്ടൻഷ്യൽ കുറയ്ക്കും ടു എ ലെവൽ ഇൻഹിബിറ്ററി ടു എയ്റോബ്സ്. അതായത് അനൈറോബിക് ഓർഗാനിസം OR പൊട്ടൻഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ആർക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല? എയ്റോബ്സിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ന്യൂട്രിയൻ്റ് കണ്ടന്റ്. എന്താണ് ന്യൂട്രിയൻ കണ്ടന്റ്? ഒരു ഫുഡിൻ്റെ അകത്ത് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടാകും. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാകാം. ഫുഡ് ഐറ്റംസിൻ്റെ അകത്ത് എന്താണ് ഇങ്ങനെയുള്ള കണ്ടന്റ് കൂടുതലായിട്ട് കാണാം. അപ്പം അങ്ങനെയുള്ള കണ്ടന്റിനെ യൂട്ടിലൈസ് ചെയ്യും ആര്? ബാക്ടീരിയ. എന്നിട്ട് അത് അതിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. So the kind of proportions of nutrients in the food are well important in determining what organism is most likely to grow. അതായത് ഫുഡിൻ്റെ ഏത് തരത്തിലുള്ള ഫുഡാണ്, അതിൻ്റെ ന്യൂട്രിറ്റീവ് പ്രോപ്പർട്ടി, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഓർഗാനിസം ആയിരിക്കും അതിൽ ഗ്രോ ചെയ്യുന്നതെന്ന് അറിയാൻ. Consideration must be given to food for energy, food for growth, accessory food substance or vitamins which may be necessary for energy or growth. Basically, food for energy, food for growth and accessory food substances. അതായത് ഫുഡ് ഫോർ എനർജി, ഗ്രോത്തിനും മറ്റ് മെറ്റബോളിക് ആവശ്യത്തിനും മൈക്രോ ഓർഗാനിസത്തിന് എന്ത് വേണം? ഫുഡ് വേണം. സോ അത് നമുക്ക് ഈ നമ്മുടെ ഫുഡ് ഐറ്റത്തിലും പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഫുഡ് ഫോർ ഗ്രോത്ത്, അവരുടെ ഡെവലപ്മെൻറ്റ്, മറ്റ് മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്രോത്ത് ആവശ്യമാണല്ലോ. അപ്പം അതിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അതിൻ്റെ എനർജി പ്രൊഡക്ഷനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഫുഡ്, നമ്മുടെ ഫുഡിനെ അവർ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ അതവർ യൂട്ടിലൈസ് ചെയ്യും. ആക്സസറി ഫുഡ് സബ്സ്റ്റൻസ് ഓർ വൈറ്റമിൻസ് വിച്ച് ആർ നെസസറി ഫോർ എനർജി ഓർ ഗ്രോത്ത്. ആക്സസറി ഫുഡ് ഐറ്റംസിന് വൈറ്റമിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന ചില ബാക്ടീരിയയും അവരുടെ യൂട്ടിലൈസേഷന് വേണ്ടി ഫുഡിനകത്ത് ഗ്രോ ചെയ്യും. ഫുഡ് ഫോർ എനർജി, the carbohydrate, especially the sugars, are most commonly used as an energy source. ഷുഗർ കാർബോഹൈഡ്രേറ്റ് ആണ്, അത് ഒരു മെയിൻ എനർജി സോഴ്സ് ആയിട്ട് പറയുന്നു. ആൻഡ് അതർ കാർബൺ കോമ്പൗണ്ട്സ് മേ സെർവ് എക്സാമ്പിൾ എസ്റ്റേഴ്സ്, ആൽക്കഹോൾ, പെപ്റ്റൈഡ്, അമിനോ ആസിഡ് ആൻഡ് ഓർഗാനിക് ആസിഡ് ആൻഡ് ദെയർ സോൾട്ട്. അതായത് ഈ അതർ കാർബൺ കോമ്പൗണ്ട്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, എക്സാമ്പിൾ സെല്ലുലോസ്,
can be utilized by comparatively a few organisms. എല്ലാ ഓർഗാനിസത്തിനും ചിലപ്പോൾ സെല്ലുലോസ് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലത് മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. സെല്ലുലോസ് യൂട്ടിലൈസ് ചെയ്ത് ഗ്രോ ചെയ്യുന്നവർ ഉണ്ട്. പിന്നെ സ്റ്റാർച്ച് ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫുഡിലുള്ളതാണ്. നമ്മുടെ ഫുഡ് ഐറ്റത്തിലുള്ള സ്റ്റാർച്ച് കണ്ടന്റിനെ ഹൈഡ്രോളൈസ് ചെയ്ത് ബൈ ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഡിഫർ ഈവൻ ഇൻ ദെയർ എബിലിറ്റി ടു യൂസ് സം ഓഫ് ദ സിംപ്ലർ സോലുബിൾ ഷുഗേഴ്സ്. അതായത് ചില ഓർഗാനിസത്തിന് എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് പോലും യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്. ഇനി അടുത്തത്, മെനി ഓർഗാനിസം കനോട്ട് യൂസ് ദ ഡൈസാക്കറൈഡ് ലാക്ടോസ്. മിൽക്ക് ഷുഗർ എല്ലാ ഓർഗാനിസത്തിനും മറ്റും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെയർഫോർ ഡു നോട്ട് ഗ്രോ വെൽ ഇൻ മിൽക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യത്തില്ല, മിൽക്കിലധികം ഗ്രോ ചെയ്യത്തില്ല. മാൾട്ടോസ് ഈസ് നോട്ട് അറ്റാക്ഡ് ബൈ സം ഈസ്റ്റ് എന്ത് ചെയ്യത്തില്ല, മാൾട്ടോസ് എന്ന് പറയുന്ന അതായത് മാൾട്ടോസ് ഒരു ഷുഗറാണ് കേട്ടോ. അത് മാൾട്ടോസ് എന്ന് പറയുന്ന കമ്പോണന്റിനെ അറ്റാക്ക് ചെയ്യത്തില്ല, ഈസ്റ്റ് അറ്റാക്ക് ചെയ്യത്തില്ല. Bacteria often are identified and classified in the basis of ability or inability to utilize various sugars and alcohol. ബാക്ടീരിയ എന്താണ്, അതിൻ്റെ യൂട്ടിലൈസേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ചിലപ്പോൾ അത് ഇന്ന ഷുഗേഴ്സിൽ ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന വൈറ്റമിൻ ഉപയോഗിച്ച് ഗ്രോ ചെയ്യുന്ന അങ്ങനെ ഉള്ള ബേസിസിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൺ ദ എബിലിറ്റി ഓർ ദ ഇൻഎബിലിറ്റി ടു യൂട്ടിലൈസ് വേരിയസ് ഷുഗേഴ്സ് ഓർ ആൽക്കഹോൾസ്. Most organisms, if they utilize sugars, they can use glucose. Glucose എന്ന് പറഞ്ഞ ഷുഗർ എന്താണ്, മോസ്റ്റ് ഓർഗാനിസം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. The ability of the microorganism to hydrolyze pectin, which is a characteristics of some kind of bacteria. അതായത് പെക്റ്റിൻ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത് ചില ബാക്ടീരിയകളുടെ വളരെ വലിയ പ്രത്യേകതയാണ്. ആൻഡ് മെനി മോൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കോഴ്സ് ഇൻ ദ സോഫ്റ്റനിങ് ആൻഡ് റോട്ടനിങ് ഓഫ് ഫ്രൂട്ട്സ്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിളും ഫെർമെൻറ്റഡ് പ്രോഡക്ട്സും ഒക്കെ റോട്ടൻ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാൻ ചില ക്യാരക്ടിവോറ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. അത് നമ്മുടെ ക്യാരറ്റിനെ സോഫ്റ്റൻ ചെയ്യും, അത് അളിഞ്ഞു പോകുന്നതിന് കാരണമാകും. അങ്ങനെ അതുപോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ ആക്ട് ചെയ്ത് അപ്പം നമ്മുടെ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ അഫക്റ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് ഗുണം കുറയ്ക്കുകയും അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം ആക്കി കളയും. ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻ ഹൈഡ്രോളിസിസ്, അതായത് പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ് serve as an energy source for many proteolytic organisms. പ്രോട്ടീൻസിനെയും പെപ്റ്റൈഡ്സിനെയും അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ ഹൈഡ്രോളിസിസ് പലതരത്തിലുള്ള പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വെൻ എ ബെറ്റർ എനർജി സോഴ്സ് ഇസ് ലാക്കിംഗ്, അതായത് ഇപ്പോൾ ഗ്ലൂക്കോസ് പോലുള്ള നമുക്ക് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയും പെപ്റ്റൈഡ്സിനെയും അമിനോ ആസിഡ്സിനെയും ഒക്കെ ഹൈഡ്രോളൈസ് ചെയ്ത് അതിനെ വിളിക്കുന്നതാണ് പ്രോട്ടിയോലൈറ്റിക് ഓർഗാനിസം. അവർ ബെറ്റർ എനർജി സോഴ്സ് ആയിട്ട് വേറൊന്നും ഇല്ലാത്ത കേസിൽ അവർ ഇത് യൂട്ടിലൈസ് ചെയ്ത് അവർ ഒരു എനർജിയിൽ അവർ ജീവിക്കും. ഫോർ അതർ ഓർഗാനിസം ദാറ്റ് ആർ നോട്ട് പ്രോട്ടിയോലൈറ്റിക്. അപ്പം അത് പ്രോട്ടിയോലൈറ്റിക് ഓർഗാനിസം ഇൻ കേസ് മറ്റ് ഓർഗാനിസത്തിനും കൂടെ അത് ഒരു ഹെൽപ്പായിട്ട് വരാം. സോ hydrolysis products of protein, peptides and amino acids serves as an energy source for many proteolytic organisms. When a better energy source is lacking as a food for energy for other organisms that are not proteolytic. So food for growth. Microorganisms, in their ability to use various nitrogenous compounds as a source of nitrogen for growth, many organisms are unable to hydrolyze protein and hence cannot get nitrogen from them without the help of proteolytic organisms. അതായത് മൈക്രോ ഓർഗാനിസം അതിൻ്റെ നൈട്രോജീനസ് കോമ്പൗണ്ട്സിനെ യൂസ് ചെയ്യുന്ന എബിലിറ്റിയിൽ വേരി ചെയ്യും. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം അനേബിൾ ടു ഹൈഡ്രോളൈസ് പ്രോട്ടീനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസം കനോട്ട്
get nitrogen from them without the help of a proteolytic organism. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചില പ്രോട്ടിയോലൈറ്റിക് ഓർഗാനിസംസ് എന്ത് ചെയ്യും, പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബൈ പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യും, മറ്റ് ബാക്ടീരിയയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. One protein may be better source of nitrogenous food than another. One protein may be a better source of nitrogenous food than another because of different products formed during hydrolysis, especially peptides and amino acids. നൈട്രോജൻ്റെ അതായത് ഒരു one protein may be a better source of nitrogenous food. ഒരു പ്രോട്ടീൻ ഒരു നൈട്രോജനസ് ഫുഡിനേക്കാളും ബെറ്റർ ആകാം ദാൻ എനി അതർ ബിക്കോസ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഫോം ഡ്യൂറിങ് ഹൈഡ്രോളിസിസ്. ആ സമയം തന്നെ പലതരത്തിലുള്ള ഹൈഡ്രോളിസിസിലുള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് എന്ത് കിട്ടാം, പെപ്റ്റൈഡ്സും അമിനോ ആസിഡ്സും കിട്ടും. അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ്, യൂറിയ, അമോണിയ ആൻഡ് അതർ സിമ്പിൾ nitrogenous compound may be available to some organism. ചില ഓർഗാനിസത്തിന് ഇതെല്ലാം അവൈലബിൾ ആകും, ബട്ട് നോട്ട് ടു അതേഴ്സ്, ഓർ മേ ബി യൂസബിൾ അണ്ടർ സം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, ചിലർക്കൊക്കെ അത് കിട്ടും. പിന്നെ ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും ചില ഓർഗാനിസത്തിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും, ബട്ട് നോട്ട് അണ്ടർ അതേഴ്സ്. Some of the lactic acid bacteria grow best with polypeptide as nitrogenous food. ചില ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ത് ചെയ്യും, നല്ലതായിട്ട് ഗ്രോ ചെയ്യും. പോളിപെപ്റ്റൈഡ് ആസ് നൈട്രോജൻ ഫുഡിൻ്റെ അകത്ത് നൈട്രോജൻ കമ്പോണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് ഉണ്ടെങ്കിൽ ആര് ഗ്രോ ചെയ്യും, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അവിടെ ഗ്രോ ചെയ്യും. കനോട്ട് അറ്റാക്ക് കെസിൻ, അതെന്ത് ചെയ്ത് കനോട്ട് അറ്റാക്ക് കെസിൻ. കെസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, മിൽക്ക് പ്രോട്ടീനാണ് കെസിൻ. ആൻഡ് ഡു നോട്ട് ഗ്രോ വെൽ വിത്ത് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് പ്രസൻറ്റ്. So some lactic acid bacteria grow best with polypeptide as nitrogen food. So it cannot attack the caseins and do not grow well with only limited number of kinds of amino acid present. അപ്പോൾ അതിന് നന്നായിട്ട് ഗ്രോ ചെയ്യാനും പറ്റത്തില്ല, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് അമിനോ ആസിഡ് പ്രസൻസ് അത് ഗ്രോ ചെയ്യാനും അതിന് പറ്റത്തില്ല. ദ പ്രസൻസ് ഓഫ് ഫെർമെൻറ്റബിൾ കാർബോഹൈഡ്രേറ്റ് ഇൻ എ സബ്സ്ട്രേറ്റ്, അതായത് ദ പ്രസൻസ് ഓഫ് ഫെർമെൻറ്റബിൾ കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നു. ഇപ്പോൾ ഗ്ലൂക്കോസ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ദ പ്രസൻസ് ഓഫ് ഫെർമെൻറ്റബിൾ കാർബോഹൈഡ്രേറ്റ് ഇൻ എ സബ്സ്ട്രേറ്റ് യൂഷ്വലി റിസൾട്ട് ഇൻ ആസിഡ് ഫെർമെൻറ്റേഷൻ. അതായത് ഇപ്പോൾ ഒരു പ്രസൻസ് ഓഫ് ഫെർമെൻറ്റബിൾ ഷുഗർ, കാർബോഹൈഡ്രേറ്റ് ഷുഗേഴ്സ്, ആ ഷുഗർ എന്താണ് ആസിഡ് ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, ദാറ്റ് ഈസ് അനൈറോബിക് പ്രോസസ്സ് വഴി ആ ഒരു ബാക്ടീരിയയുടെ പ്രസൻസോടുകൂടി അതൊരു അനൈറോബിക് പ്രോസസ്സിൽ ആ ഷുഗറിൻ്റെ അനൈറോബിക് പ്രോസസ്സ് നടന്ന് കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. ആ എൻ പ്രോഡക്റ്റിൽ ആസിഡ് ഫെർമെൻറ്റേഷൻ ആയിരിക്കും കൂടുതലും. സോ ആസിഡ് കണ്ടൻറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ സപ്രഷൻ ഓഫ് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് സ്പാറിങ്. അവിടെ എന്താണ് അങ്ങനെ ഒരു ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ആസിഡ് ഫെർമെൻറ്റേഷൻ കാരണം അവിടെ എന്ത് സംഭവിക്കും, പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയനെ അത് സപ്രസ് ചെയ്യും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പാറിങ് എന്ന് വിളിക്കുന്നത്. Sparring action on nitrogen compound. Also the production of obnoxious nitrogen product is prevented or inhibited. അതുകൊണ്ട് തന്നെ ഒബാങ്ഷ്യസ് ആയിട്ടുള്ള നൈട്രോജീനസ് പ്രോഡക്ട്സ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുകയും ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Many kinds of molds ആർ പ്രോട്ടിയോലൈറ്റിക്. പലതരത്തിലുള്ള മോൾഡ് ഉണ്ട്. അതെല്ലാം എന്താണ്, മോൾഡ്സ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ആ ഫംഗസ് എന്താണ്, പ്രോട്ടിയോലൈറ്റിക് ആണ്. But comparatively few genera and species of bacteria and very few yeast are actively proteolytic. അപ്പം നമ്മൾ പറഞ്ഞു മോൾഡ് പ്രോട്ടിയോലൈറ്റിക് ആണ്. അതേസമയം ചില ബാക്ടീരിയയും ചില ഈസ്റ്റും എന്താണ് പ്രോട്ടിയോലൈറ്റിക് ആണ്. പക്ഷേ എല്ലാം എന്തല്ല, പ്രോട്ടിയോലൈറ്റിക് അല്ല. In general, proteolytic bacteria grow best at a pH value near neutrality. അതായത് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ എപ്പോഴും ഗ്രോ ചെയ്യുന്നത് ഒരു ന്യൂട്രൽ pH-ലാണ് ആൻഡ് ആർ ഇൻഹിബിറ്റഡ് ബൈ അസിഡിറ്റി. ആസിഡ് പ്രസൻസിൽ അതെന്ത് ചെയ്യും, ഇൻഹിബിറ്റഡ് ആകും. ഓൾദോ ദേ ആർ എക്സെപ്ഷൻസ് സച്ച് ആസ് പ്രോട്ടിയോലൈസിസ് ബൈ ആസിഡ് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ. ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, അതായത് ആസിഡ് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ പ്രസൻ്റ് ആണ്. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് സംഭവിക്കാം, അതൊരു എക്സെപ്ഷൻ ആയിട്ട് പറയാം. ആസിഡിൻ്റെ പ്രസൻസിൽ അത് ഗ്രോ ചെയ്യില്ല എന്നല്ല, ചില കേസിൽ അത് ഗ്രോ ചെയ്യും.
ആസിഡ് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ദാറ്റ് ഹൈഡ്രോളൈസസ് പ്രോട്ടീൻ. ആസിഡ് ഹൈഡ്രോലൈറ്റിക് ബാക്ടീരിയ എന്ത് ചെയ്യും? പ്രോട്ടീൻ ഹൈഡ്രോളൈസ് ചെയ്യും, അങ്ങനെ വൈൽ പ്രൊഡ്യൂസിങ് ആസിഡ്, അങ്ങനെ ആസിഡ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാറുമുണ്ട്. സോ ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് കാർബൺ ഫോർ ഗ്രോത്ത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ ഫോർ ഗ്രോത്ത് മേ കം പാർഷ്യലി ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാർബൺ സോഴ്സ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ചില ടൈം കിട്ടാം, ബട്ട് മോർ ഇറ്റ് കംസ് ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പം കാർബൺ ഒരു പക്ഷേ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നും കിട്ടാം. ദ മിനറൽസ് റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ആർ നിയർലി ഓൾവേസ് പ്രസന്റ് അറ്റ് ലോ ലെവൽസ് റിക്വയർഡ്. അതായത് മിനറൽസ് required by microorganisms are nearly always present at the lower levels because mineral content എപ്പോഴും കുറവായിരിക്കും, അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള മിനറൽ കണ്ടൻസ് എപ്പോഴും കുറഞ്ഞായിരിക്കും അവർക്ക് കിട്ടുന്നത്. ബട്ട് ഒക്കേഷണലി an essential mineral may be tied up so that it is available, lacking or present in an insufficient amount. So in case അപ്പം നമ്മൾ എന്ത് ചെയ്യും? എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ചില കേസിൽ ടൈപ്പ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആകാം. ചില മീഡിയയിലൊക്കെ നമ്മൾ ലൈറ്റ് എമൗണ്ട്സിൽ എപ്പോഴും എന്ത് ചെയ്യും? മിനറൽസും പ്രൊവൈഡഡ് ആകാം. സോ അതെന്ത് ചെയ്യും? ഇതുപോലെ അൺഅവൈലബിൾ ആയിരിക്കാം, ചിലപ്പോൾ ലാക്കിംഗ് ആയിരിക്കാം, ഓർ പ്രസൻറ്റ് ഇൻ ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ആയിട്ടോ. അത് ഇൻസഫിഷ്യൻറ്റ് മീൻസ് അത് ഇൻ കേസ് ഇല്ലെങ്കിലും ഗ്രോത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ കാർബൺ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാകാം, ബട്ട് മോർ ഇറ്റ് ഓഫൺ കംസ് ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദ മിനറൽസ് റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ആർ നിയർലി ഓൾവേസ് പ്രസന്റ് അറ്റ് എ ലോവർ ലെവൽ. ലോ ലെവൽസിലായിരിക്കും മിനറൽസ് ഉള്ളത്, പക്ഷേ ഒക്കേഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ്, അതായത് എസെൻഷ്യൽ മിനറൽസ് ചില കേസിൽ ചില ബാക്ടീരിയയ്ക്ക് ചില മിനറൽസ് ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള മിനറൽസ് ആണ് എസെൻഷ്യൽ മിനറൽസ്. അങ്ങനെയുള്ള മിനറൽസ് ചില കേസിലൊക്കെ എന്താണ്? അൺഅവൈലബിൾ ആയിരിക്കും, മേ ബി ടൈഡ് അപ്പ് സോ ദാറ്റ് ഇറ്റ് ഈസ് അൺഅവൈലബിൾ, ലാക്കിംഗ് ഓർ പ്രസന്റ് ഇൻ ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട്സ്. ആൻ എക്സാമ്പിൾ ഈസ് മിൽക്ക് വിച്ച് കണ്ടെയ്ൻ ഇൻസഫിഷ്യൻറ്റ് അയോൺ. മിൽക്ക് എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ അതിൻ്റെ അകത്ത് ഇൻസഫിഷ്യൻറ്റ് അയോൺസ് ഉണ്ട്. ഫോർ പിഗ്മെൻറ്റേഷൻ ഓഫ് ദി spores of Penicillium roqueforti. അതായത് ഈ മിൽക്ക് എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇതിൻ്റെ അകത്ത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള അയൺ കണ്ടന്റ് പ്രസൻ്റ് ആണ്. സോ വിച്ച് കണ്ടെയ്ൻ ഇൻസഫിഷ്യൻ്റ് അയോൺ. അത് ആരുടെ പിഗ്മെൻറ്റേഷൻ ഓഫ് ഫോർ ദ പിഗ്മെൻറ്റേഷൻ ഓഫ് സ്പോർസ് ഓഫ് പെൻസിലിയം റൗക്കിഫോർട്ടി. പെൻസിലിയം റൗക്കിഫോർട്ടി എന്ന് പറയുന്നത് ചീസിനൊക്കെ ബ്ലൂ ചീസാണ്, ഐ തിങ്ക് ചീസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫഞ്ചയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ മോൾഡ് നമുക്ക് അങ്ങനെ പറയാം, പെൻസിലിയം റോക്കിഫോർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻസഫിഷ്യൻ്റ് അയോൺസിൻ്റെ പ്രസൻസിൽ മിൽക്കിൻ്റെ അകത്ത് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഓഫ് സ്പോർസ് ഈ ഓർഗാനിസം കാണിക്കാറുണ്ട്. സോ ബാക്ടീരിയ causing septicemia usually have the ability to bind to some of the ions in blood. Septicemia അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് ബ്ലഡിൽ കൂടിയിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് സെപ്റ്റിസീമിയ എന്ന് പറയുന്നത്. ആ കേസിൽ ബാക്ടീരിയ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള അയോൺസുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കും. സോ ഓൺലി സ്ട്രെയിൻസ് വിച്ച് ക്യാൻ compete for transferring ions are able to grow well in human blood. അതായത് ചില സ്ട്രെയിൻസ്, ഓൺലി സ്ട്രെയിൻസ്, അതായത് സ്ട്രെയിൻസ് വിച്ച് ക്യാൻ കോമ്പീറ്റ് ഫോർ ട്രാൻസ്ഫറിങ് അയോൺസിൻ്റെ നമ്മുടെ ബ്ലഡിലുള്ള അയോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്ട്രെയിൻസ് വിച്ച് ക്യാൻ കോമ്പീറ്റ് ഫോർ ട്രാൻസ്ഫറിങ് അയോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ചില സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത്. ചില മൈക്രോ ഓർഗാനിസം ഉണ്ട്, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം അതിൻ്റെ അയോൺസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ഹ്യൂമൻ ബ്ലഡിൽ അത് നന്നായിട്ട് ഗ്രോ ചെയ്യത്തുള്ളൂ. സോ അടുത്തത് ആക്സസറി ഫുഡ് സബ്സ്റ്റൻസ് ഓർ വൈറ്റമിൻസ്. ഈ ആക്സസറി ഫുഡ് സബ്സ്റ്റൻസ് ഓർ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ some microorganisms are unable to manufacture all the vitamins needed and must have some furnished. Most natural plant and animal foodstuff contain an array of these vitamins, but some may be low in amount or lacking. Thus meat are high in B vitamins and fruits are low, but fruits are high at ascorbic acid. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ മീറ്റ്, അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ്, നമ്മൾ ഫുഡിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, അപ്പോൾ അറിയാമല്ലോ. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻസ് ചിലതിലുണ്ടാവും, ചിലതിൽ
ഓരോന്നിലും ഓരോ തരത്തിലുള്ള വൈറ്റമിൻസ് ആയിരിക്കും ഉള്ളത്. സോ ഓരോന്നിൻ്റെ കേസ് നമ്മൾ എടുത്ത് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം മീറ്റിൻ്റെ കേസിൽ നമ്മൾ ബി വൈറ്റമിൻ കൂടുതലായിരിക്കും. എന്നാൽ അതേ സമയത്ത് അത് ഫ്രൂട്ട്സിൽ കാണണമെന്നില്ല. ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നമ്മൾ പറയുന്ന അസ്കോർബിക് ആസിഡാണ് കൂടുതൽ. സോ മൈക്രോ ഓർഗാനിസം ആർ unable to manufacture some or all vitamins needed and must have them furnished. അതായത് മൈക്രോ ഓർഗാനിസത്തിന് വൈറ്റമിൻസ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മൈക്രോ ഓർഗാനിസത്തിന് വൈറ്റമിൻസ് വേണം, അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഗ്രോ ചെയ്യാനുള്ള വൈറ്റമിൻസ് അത് വേണം. സോ അങ്ങനെയുള്ള വൈറ്റമിൻസിനെയും അതുപോലെയുള്ള കാര്യങ്ങളും ഫുഡ് സ്റ്റഫിൽ നിന്ന് അവർ യൂട്ടിലൈസ് ചെയ്താണ് അവർ ഗ്രോ ചെയ്യുന്നത്. എഗ് വൈറ്റ് കണ്ടെയ്ൻ ബയോട്ടിൻ ബട്ട് ഓൾസോ കണ്ടെയ്ൻ അവിഡിൻ. എഗ് വൈറ്റിൽ ബയോട്ടിൻ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. അത് ബയോട്ടിൻ കമ്പോണൻ്റ് ഉണ്ട്. ആ ബയോട്ടിൻ കമ്പോണൻ്റ് കൂടാതെ അതിലുള്ള വേറൊരു കമ്പോണൻ്റാണ് അവിഡിൻ വിച്ച് ടൈസ് അപ്പ് ബയോട്ടിൻ. ഈ അവിഡിൻ എന്ത് ചെയ്യും? ബയോട്ടിനെ ടൈപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് അൺഅവൈലബിൾ ആക്കും മൈക്രോ ഓർഗാനിസത്തിന്. ആൻഡ് എലിമിനേറ്റിംഗ് ആസ് പോസിബിൾ സ്പോയിലേജ് ഓഫ് ഓർഗാനിസം ദോസ് വിച്ച് മസ്റ്റ് ഹാവ് ബയോട്ടിൻ സപ്ലൈഡ്. അപ്പം എഗ് വൈറ്റിൻ്റെ അകത്ത് ബയോട്ടിൻ പ്രസൻ്റ് ആണ്. ആ ബയോട്ടിൻ്റെ കൂടെ അവിടെ അവിഡിനും പ്രസൻ്റ് ആണ്. ഈ അവിഡിൻ എന്ത് ചെയ്യും? ബയോട്ടിനെ പിടിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ മൈക്രോ ഓർഗാനിസം, ബയോട്ടിൻ വേണ്ട മൈക്രോ ഓർഗാനിസത്തിന് ഇത് കിട്ടത്തില്ല, ഈ ബയോട്ടിൻ കിട്ടത്തില്ല. സോ അതിൻ്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ദ പ്രോസസ്സിംഗ് ഓഫ് ഫുഡ് ഓഫൺ റെഡ്യൂസസ് വൈറ്റമിൻ കണ്ടന്റ്. നമുക്കറിയാം പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെ വൈറ്റമിൻ കണ്ടന്റ്, ഇപ്പോൾ ഒരുപാട് ചൂടാക്കിയാലൊക്കെ വൈറ്റമിൻ കണ്ടന്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെ വൈറ്റമിൻ കണ്ടന്റ് എന്തായിരിക്കും? കുറവാണ്. തൈമിൻ, പാൻറ്റോതെനിക് ആസിഡ് ആൻഡ് ദ ഫോളിക് ആസിഡ് ഗ്രൂപ്പ് ആൻഡ് അസ്കോർബിക് ആസിഡ് ഇൻ എയർ ആർ ഹീറ്റ് ലബൈൽ. അതെന്താണ്? ഹീറ്റ് ലബൈലാണ്. തൈമിന്, പാൻറ്റോതെനിക് ആസിഡും ഫോളിക് ആസിഡ് ഗ്രൂപ്പും അസ്കോർബിക് ആസിഡും എന്താണ്? ഹീറ്റ് ലബൈലാണ്. ആൻഡ് ഡ്രൈയിങ് കോസ് ലോസ് ഇൻ വൈറ്റമിൻസ്. അതായത് ഞാൻ പറഞ്ഞു ചൂടാക്കുമ്പോഴൊക്കെ വൈറ്റമിൻ്റെ കണ്ടന്റ് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സച്ച് ആസ് തൈമിൻ ആൻഡ് അസ്കോർബിക് ആസിഡ്. Even storage of food for long period, especially in the storage temperature is elevated. ടെമ്പറേച്ചർ കൂടിയാലും അല്ലെങ്കിൽ കുറഞ്ഞാലും എന്ത് സംഭവിക്കാം? വൈറ്റമിൻ കണ്ടന്റ് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മേ റിസൾട്ട് ഇൻ ദ ഡിക്രീസ് ലെവൽ ഓഫ് ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ്. അങ്ങനെ വൈറ്റമിൻസ് മാത്രമല്ല പലതരത്തിലുള്ള ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സും അവിടെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ പറയുന്ന ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആൻഡ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി ആഡഡ് ആകാം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിരിക്കുന്നതാകാം. അങ്ങനെയുള്ളതാണ് എന്ത് പറയുന്നത്? ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ എന്ത് പറ്റത്തില്ല? മൈക്രോ ഓർഗാനിസം ചിലപ്പോൾ ഗ്രോ ചെയ്യത്തില്ല. സോ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഒറിജിനലി പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഒന്നെങ്കിൽ ഫുഡിൻ്റെ അകത്ത് തന്നെ കാണും, അല്ലെങ്കിൽ ആഡഡ് purposely or accidentally or developed by growth of microorganism or by processing methods, and that may prevent growth of all microorganisms or more often may deter certain specific kinds. അതായത് എല്ലാ ഫുഡ് ഐറ്റത്തിലും ചില ഫുഡ് ഐറ്റത്തിലൊക്കെ ചില ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് പ്രസൻ്റ് ആകാം, ചിലതിൻ്റെ അത് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് പ്രസൻ്റ് ആകണമെന്നും ഇല്ല. സോ നമുക്കിപ്പം ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ഉള്ള ചില ഫുഡ് ഐറ്റത്തിൻ്റെ കാര്യം പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് ലാക്ടനിൻസ് ആൻഡ് ആൻറ്റി കോളിഫോംസ് പ്രസൻറ്റ് ഇൻ ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിൻ്റെ അകത്തുള്ള എന്താണ്? ലാക്ടനിൻസും ആൻറ്റി കോളിഫോം ഫാക്ടേഴ്സും. അതെന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഇതെന്ത് ചെയ്യും? നമ്മളുടെ കോളിഫോം ആൻറ്റി കോളിഫോം ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ കോളിഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ കോളനിലുള്ള അല്ലെങ്കിൽ ഫീക്കൽ കണ്ടാമിനൻസ് ആണ്. അതൊക്കെ അങ്ങനെയുള്ള ഓർഗാനിസംസിനെ എന്ത് ചെയ്യും? അതിൻ്റെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ആൻറ്റി കോളിഫോം ഫാക്ടേഴ്സ് ഈ കോളിഫോം ബാക്ടീരിയനെയൊക്കെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. സോ അതൊരു നാച്ചുറലായിട്ട് തന്നെ ലാക്ടനിൻസും ആൻറ്റി കോളിഫോം ഫാക്ടേഴ്സും മിൽക്കിൽ പ്രസൻ്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ലൈസോസൈം ഇൻ എഗ് വൈറ്റിലുള്ള ലൈസോസൈം അതിൻ്റെ ഒരു ഇൻഹിബിറ്ററി ഫാക്ടറാണ്, ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പിന്നെ ബെൻസോയിക് ആസിഡ് ഇൻ ക്രാൻബെറീസ്, ഇതും എന്താണ്? ഇൻഹിബിറ്ററി ഫാക്ടറാണ്. ബെൻസോയിക് ആസിഡ് ക്രാൻബെറിയിലുള്ള ബെൻസോയിക് ആസിഡും ഒരു ഇൻഹിബിറ്ററി ഫാക്ടറാണ്.
Microorganism growing in a food may produce one or more substance inhibitory to the other organism. Microorganism തന്നെ ചില ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് തന്നെ എന്താണ് മറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ചില മൈക്രോ ഓർഗാനിസം ചിലപ്പോൾ ചില ആൻറ്റിബയോട്ടിക് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് അത് മറ്റ് ബാക്ടീരിയകളെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളതും ഇൻഹിബിറ്ററി മറ്റ് ബാക്ടീരിയ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനും വരുന്നുണ്ട്. പിന്നെ മൈക്രോ ഓർഗാനിസം ഗ്രോയിങ് ഇൻ ഫുഡ് മേ പ്രൊഡ്യൂസ് one or more substances inhibitory to other organisms, the products such as acids, alcohols, peroxides and even antibiotics. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഓർഗാനിസം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അത് മറ്റ് ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പ്രൊപ്പിയോണിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഇൻ സ്വിസ് ചീസ്. അതായത് പ്രൊപ്പിയോണിക് ആസിഡ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്രൊപ്പിയോണി ബാക്ടീരിയ സ്വിസ് ചീസിൽ ഈസ് എ ഇൻഹിബിറ്ററി ടു മോൾഡ്സ്. അതായത് ഫംഗസ് ഈ മോൾഡിനെ സ്വിസ് ചീസിലുള്ള പ്രൊപ്പിയോണിക് ആസിഡ് ഇൻഹിബിറ്റ് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊപ്പിയോണി ബാക്ടീരിയ ആണ്. ആൽക്കഹോൾ ഫോംഡ് ഇൻ ക്വാണ്ടിറ്റി ബൈ വൈൻ ഈസ്റ്റ് ഇൻഹിബിറ്റ്സ് competitors. That is, alcohol formed in quantity by wine yeast ഇൻഹിബിറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പോലെ തന്നെ മറ്റ് ഓർഗാൻസ് അതിൻ്റെ അകത്ത് ഗ്രോ ചെയ്യാതിരിക്കാനായിട്ട് ഈ ആൽക്കഹോൾ ഫോം ചെയ്യുന്നത് വൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഇൻഹിബിറ്റ് ചെയ്യും മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഗ്രോ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മറ്റ് ഓർഗാനിസത്തിനെ ഈസ്റ്റ് അല്ലാത്ത മറ്റ് ഓർഗാനിസത്തിനെയൊക്കെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് നിസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ സർട്ടൈൻ സ്ട്രെയിൻസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ്. നിസിൻ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ ഇൻഹിബിറ്റിംഗ് ലാക്ടേറ്റ് ഫെർമെൻറ്റിംഗ് ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഗ്യാസ് ഫോമിംഗ് ക്ലോസ്ട്രീഡിയ ഇൻ ക്യൂറിംഗ് ചീസ് ആൻഡ് അൺഡിസൈറബിൾ ഇൻ സ്ലോയിങ് ഡൗൺ സം ഓഫ് ദി എസെൻഷ്യൽ ലാക്ടിക് ആസിഡ് സ്ട്രെപ്റ്റോകോക്കൈ ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്. ഗ്യാസ് ഫോമിംഗ് ആയിട്ടുള്ള ക്ലോസ്ട്രീഡിയ ഇൻ ക്യൂറിംഗ് ചീസിലുള്ള ഗ്യാസ് ഫോമിംഗ് ക്ലോസ്ട്രീഡിയ എന്ത് ചെയ്യുന്നു? curing cheese and undesirable in slow down some of the essential lactic acid streptococci. അത് എന്ത് ചെയ്യും? ചില ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്ന സ്പീഷീസിനെ അത് എന്ത് ചെയ്യും? അതിൻ്റെ പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിനെയൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ലാക്ടിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് അത് ആ ഒരു പ്രോസസ്സിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് there is a possibility of the destruction of inhibitory compounds in food by microorganisms. There also is the possibility of destruction of inhibitory compounds in the food by microorganisms. Certain molds and bacteria are able to destroy some of the phenolic compounds that are added to meat or fish by smoking or benzoic acid added to foods. Sulfur dioxide is destroyed by yeast resistant to it. Lactobacilli can inactivate nisin. അതായത് there also is a possibility of destruction of inhibitory compounds in food by microorganisms. അതായത് ഇങ്ങനെയുള്ള ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മൈക്രോ ഓർഗാനിസത്തിനുണ്ട്. ചില മോൾഡ് ബാക്ടീരിയ അവരെന്ത് ചെയ്യും? they are able to destroy some of the phenol compounds that are added to meat or fish by smoking or benzoic acid added to food. അതായത് ചില ബാക്ടീരിയയ്ക്ക് മോൾസിലും മീറ്റിലും ഫിഷിലും സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി എന്താണ് മീറ്റിലോ ഫിഷിലോ ഒക്കെ നമ്മൾ സ്മോക്കിംഗ് പ്രോസസ്സ് വഴി ചില ഫീനോളിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ചില ബാക്ടീരിയയ്ക്കും മോൾഡിനും സാധിക്കും. സോ ദെൻ സൾഫർ ഡയോക്സൈഡ് ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഈസ്റ്റ് റെസിസ്റ്റൻറ്റ് ടു ഇറ്റ്. ഈസ്റ്റ് എന്ത് ചെയ്യും? സൾഫർ ഡയോക്സൈഡിനെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ലാക്ടോബാസില്ലൈ ക്യാൻ ഇനാക്ടിവേറ്റ് നിസിനെ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ ലാക്ടോബാസില്ലയ്ക്ക് പറ്റും. ലാക്ടോബാസില്ലൈ ഓർഗാനിസം ക്യാൻ ഇനാക്ടിവേറ്റ് നിസിൻ. ഹീറ്റിംഗ് ഫുഡ് മേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ്. അതായത് ചില ഫുഡ് ചൂടാക്കുമ്പോഴും എന്ത് സംഭവിക്കാം? ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഹീറ്റിംഗ് ലിപ്പിഡ് മേ ഹാസ്റ്റൺ ഓട്ടോ ഓക്സിഡൻറ്റ്
ഓട്ടോ ഓക്സിഡൻ്റ് ആണ്. ഹീറ്റിംഗ് ഫുഡ് മേ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ്. അതായത് ഹീറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റിംഗ് ലിപ്പിഡ്സ് മേ ഹേസൺ ആൻഡ് ഓട്ടോ ഓക്സിഡേഷൻ ആൻഡ് മേക്ക് ദം ഇൻഹിബിറ്ററി ആൻഡ് അതായത് നമ്മളുടെ ലിപ്പിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹേസൺ ഓട്ടോ ഓക്സിഡേഷൻ നടക്കും. അപ്പം അതെന്ത് ചെയ്യും? ലിപ്പിഡ്സിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ബ്രൗണിങ് concentrated sugar syrup may result in the production of furfural and hydroxymethyl furfural. ഹൈഡ്രോക്സിമീഥൈൽ ഫർഫറാലും എന്ത് ചെയ്യും? ബ്രൗണിങ് ഓഫ് ഷുഗറിൻ്റെ കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് ആർ ഇൻഹിബിറ്ററി ടു ഫെർമെൻറ്റിങ് ഓർഗാനിസം അത് എന്ത് ചെയ്യും? ഫെർമെൻറ്റിങ് ഓർഗാനിസത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് ലൈക്ക് ഷുഗർ സിറപ്പ് മേ റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതായത് ബ്രൗണിങ് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ അത് പഞ്ചസാര ചൂടാക്കുമ്പോൾ അവിടെ ബ്രൗണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ഹൈഡ്രോക്സിമീഥൈൽ ഫർഫറാലും പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ആർ ഇൻഹിബിറ്ററി ടു ഫെർമെൻറ്റിങ് ഓർഗാനിസം. അതായത് ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.